ഫോർ മീ എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഞാൻ ജർമ്മനിയിലേക്ക് പോകാന്നുള്ളത്. അതിന് ഞാൻ ഇപ്പോൾ താങ്ക്സ് പറയുന്നത് എൻ്റെ ചേട്ടയോടാണ്. പുള്ളിക്കാരൻ എന്നെ കൂട്ടിന് വിളിച്ചതാണ് എനിക്ക് അങ്ങനെ പോവാ ജർമ്മനി, ഓക്കെ നോക്കാം. അതെ, അവിടെ എത്തി. ആദ്യത്തെ ഒരു വർഷം എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ആണ്. കാരണം എനിക്ക് ജർമ്മനിയിൽ ഒരു ഫ്രണ്ട് പോലും ഇല്ല. എനിക്ക് ഒറ്റയ്ക്കാണ് പോയത്. ഇല്ല, ഒരാളുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് അക്കോമഡേഷൻ ഇല്ല. അക്കോമഡേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നമുക്ക് ലീഗൽ പേപ്പർ വർക്ക്സ് ഒന്നും നടക്കില്ല. നമുക്ക് ടാക്സ് ഐ ഡി, ആനിമൽഡങ്, ടാക്സ് ഐ ഡി, ഒരു രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. അപ്പം ഞാൻ 2 മാസത്തോളം അക്കോമഡേഷൻ ഇല്ലാണ്ട് വരെ നിന്നിട്ടുണ്ട് അവിടെ ഫ്രണ്ട്സിന്റെ കൂടെ. കാരണം റൂം കിട്ടാത്തൊരവസ്ഥ, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പാർട്ട് ടൈം ജോബ് പോയിട്ട് അത് സാലറി കിട്ടാനൊക്കെ, പിന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് റിലീസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. അതെല്ലാം ലിങ്ക്ഡ് ആണ്. നമ്മുടെ നാട്ടിലെ ഒരു ആധാർ കാർഡ് പോലെയാണ് സിറ്റി രജിസ്ട്രേഷൻ. അതില്ലാണ്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്യാവശ്യം പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാണ്ട് ഇത് പോകരുത് ഞാൻ സ്റ്റുഡൻസിനോട് പറയുക.